12 മണിക്കുള്ള ആള് പിന്നെ എല്ലാവരും തോപ്പിക്കാൻ വേണ്ടി നടക്കാണ്. പിന്നെ അങ്ങനെ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആള് ചെയ്യുന്ന എല്ലാം നല്ലതെന്നുള്ള ചിന്ത, എല്ലാം മറന്ന് വേഷങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ മറന്ന് അതെ, നമ്മക്കതൊന്നും ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ എല്ലാവരും വിദ്വേഷങ്ങളും വിഷമങ്ങളൊക്കെ മറന്ന് വരിക, എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. 12 മണിയുടെ ആളും എല്ലാം നന്നായിട്ട് ചെയ്ത് എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും. പുള്ളി മാത്രമാണ് ബെസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ കഴിഞ്ഞ മുമ്പത്തെ ട്രിപ്പ് ഇറങ്ങാൻ നേരത്തെ പുള്ളി അങ്ങനെയാ പറഞ്ഞു, ഐ ആം ദ ബെസ്റ്റ്. എല്ലാ ചെന്തായി എല്ലാവരും ഒരേ ഗതിയായില്ലേ, അതിലൊന്നും കഥയില്ല. നമ്മുടെ സുജിത് ഭക്തനാണ് ഈ 12 മണിക്കാരൻ. നിങ്ങൾക്ക് മനസ്സിലായി, പുള്ളിയുടെ വീഡിയോസ് എല്ലാം ഒരു 12 മണിയാകുമ്പോഴാണല്ലോ വരുന്നത്. ഈ ബുൾജെറ്റ്, സുജിത് ഭക്തൻ, മല്ലു ട്രാവലർ, ഇവരൊക്കെ നമുക്കറിയാം ഒരിടയ്ക്കും നല്ല രീതിയിൽ റീച്ചുകൾ ഉണ്ടായിരുന്ന ചാനലുകളായിരുന്നു. എന്തിട്ടാലും തകർത്ത വ്യൂ, ലക്ഷങ്ങളുടെ വ്യൂയിലോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് അത്ര വ്യൂ ഇല്ല. ഞാൻ സ്ഥിരം അവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ അങ്ങനെ കാണാറില്ല. അപ്പം ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന വീഡിയോസാണ് വാച്ച് ചെയ്യാറുള്ളത്. പിന്നെ ഷെറിൻസ് മൂവി ഇടയ്ക്ക് നോക്കാറുണ്ട്. ഇവരെല്ലാം ഒരു സ്ഥലത്തോട്ട് പുറപ്പെട്ട ആരാണ്, ഇപ്പം എക്സാമ്പിൾ ഇപ്പം കാശ്മീരിൽ പോവാണ്, സുജിത് ഭക്തൻ പോവാണ്, അല്ലെന്നുണ്ടെങ്കിൽ മല്ലു ട്രാവൽ പോകുന്നുണ്ടെങ്കിൽ ഈ ബുൾജെറ്റ് പോകുമ്പോൾ ആരാണ് ആദ്യം എത്തുന്നത്? വാശിപ്പുറത്തുള്ള ഇതാണ്. ഇപ്പം ഇവരൊക്കെ അന്നൊക്കെ അവരുടെ ട്രാവലിനെ, ഇപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിനെ കൂടുതൽ ഇമ്പോർട്ടൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കിടയിൽ ഡിസ്കംഫോർട്ട്. ഞാൻ പറഞ്ഞത് അവിടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഞാൻ ഈ സാധനം മേടിച്ചു, ഞാൻ ഈ മൊബൈൽ മേടിച്ചു, അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കിടയിൽ. പിന്നെ ഇവർ കൂടുതൽ ഇവരുടെ മുഖം കാണിച്ചിട്ട് മുഖത്തിൻ്റെ പുറകെ നമ്മൾ നോക്കണം എന്താണ് ലൊക്കേഷൻ എന്നുള്ള. അത് പല ആളുകൾ ഇറിറ്റേഷനാണ്. ഞാൻ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ല, കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരിടയ്ക്കുള്ള കമൻറ്റ് ബോക്സ്. ലക്ഷങ്ങളിൽ വ്യൂ ഉണ്ടായിരുന്ന അവരുടെ ചാനലുകളെല്ലാം ഡൗൺ, ക്രൈസിസ്, ഭയങ്കര പ്രശ്ന ഓരോരുത്തർ ഓരോ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചായി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് അതിനോട് താല്പര്യക്കുറവ് വന്നു തുടങ്ങി, അവരുടെ വ്യൂസ് കുറഞ്ഞു. മല്ലുവിന് എന്തോ ഒരു ലീഗൽ ഇഷ്യൂ വന്നിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ലീഗൽ. അതിനുശേഷം മല്ലുവിൻ്റെ വീഡിയോസ് ഡൗൺ ആണ്. പുള്ളി ഒരു ആൽബം ചെയ്തു, കേട്ട് മറക്കുമായിരുന്നു ഇവിടെയൊക്കെ വീഡിയോ 3 പേരുടെ. അതിൽ നിന്നൊക്കെ അവർക്ക് മാറിയിട്ട് അതിൻ്റെയൊക്കെ പകുതി വ്യൂ ഉള്ളിലെത്തും, അത്രയ്ക്കും ഗതിയില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന ഇപ്പം ഫാമിലി ബ്ലോഗിലോട്ട് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സുജിത്തൊക്കെ ഭാര്യ, കൊച്ച്, അമ്മ, അനിയൻ, ഈ വിളിച്ചിട്ട് അച്ചാറ്, പൊടി, അങ്ങനെയുള്ള മാർഗത്തോട്ട് പോയി. മല്ലു ഞാൻ നോക്കാറ് പോലില്ല, എൻ്റെ മുമ്പ് യൂട്യൂബിൽ കൊണ്ടുവരാറ് പോലില്ല. ഇവരുടെയൊക്കെ ഇടയ്ക്ക് ട്രോളിലൊക്കെ വന്നപ്പോൾ ഞാൻ കണ്ടത് അങ്ങനെയുള്ളതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ ഇപ്പോൾ ഇവർക്കൊക്കെ ഒരുമിച്ച്, ഇപ്പോൾ ഈ ബുൾജെറ്റ് നോക്കുന്ന ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇപ്പോൾ എല്ലാം കൂടെ സംയോജിച്ച് ഒരു സംയുക്തമായ രീതിയിൽ ഒരു മുമ്പോട്ട് നീങ്ങുവാണെങ്കിൽ, ഒരുമിച്ചങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും കിട്ടും നിനക്കും കിട്ടും, അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല സുജിത്ത് അതിന് വന്ന് നിൽക്കുമെന്ന് തോന്നുന്നില്ല. സുജിത്ത് മാറ്റങ്ങൾ അങ്ങനെ വന്നു. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇനി ഈ ബുൾജെറ്റുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടൊക്കെ ചിലപ്പോൾ ഇനി വ്യൂസ് കുറവായതുകൊണ്ട് പറയാൻ പറ്റില്ല. വ്യൂസ് കുറയുമ്പോഴല്ലേ നമുക്ക് നിലനിൽപ്പുണ്ട്. ചിലപ്പം അവർ കൈ കൊടുക്കുമായിരിക്കും. ഇവിടെയൊക്കെ ഭയങ്കര അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയില്ലായിരുന്നു. ഒരു വീഡിയോയിൽ എന്തെല്ലാം പറയും, അടുത്ത വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന വ്യൂവേഴ്സാണെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. ഈ സുജിത് ഭക്തനെ കുറിച്ച് പറയുന്ന സമയത്ത് ചേട്ടൻ, അനിയൻ, കൂടത്രക്കാരൻ ഇപ്പം ഇങ്ങനെ ഒരു തട്ടുപെടുക്കുന്നുണ്ട് ഉണ്ടായിടാന്നുള്ള. കാരണം ഈ അനിയച്ചാർ എന്തെങ്കിലും ഇടയ്ക്ക് കയറി ടഗടിക്കും. അപ്പം ടഗ് സമയത്തിന് അനുയോജ്യമായ ടഗല്ല എന്തെങ്കിലും ഇത് പണിയാവും. അതാണ് ചേട്ടൻ ഇങ്ങനെ അടി കൊടുത്ത്. അത് നിങ്ങൾ കണ്ടോ? ഞാൻ കാണിക്കൂടെ? സൈഡിൽ കാണാം. കണ്ടോ? അത് തന്നെ, അതാണ് പുള്ളിയുടെ കൈ. നമുക്ക് ജസ്റ്റ് പുള്ളിക്കറിയാം സോഷ്യൽ മീഡിയയുടെ മുമ്പിലല്ല, അപ്പം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണ്ടേ പറയാൻ വേണ്ടി.